നമസ്കാരം. തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ ശുചീകരണ തൊഴിലാളി ജോയ് മരിച്ച സംഭവത്തിൽ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. പരസ്പരം പോരടിക്കുകയാണ് റെയിൽവേയും നഗരസഭയും. വർഷങ്ങളായി നീക്കം ചെയ്യപ്പെടാതിരുന്ന മാലിന്യ കൂമ്പാരമാണ് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായത്. മാലിന്യ നീക്കത്തിൽ നഗരസഭയ്ക്കാണ് ഉത്തരവാദിത്തമെന്ന് പറഞ്ഞ് റെയിൽവേക്ക് കൈകഴുകാൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. കോർപ്പറേഷൻ പരിധിയിൽ കൂടെ ഒഴുകുന്ന 6.8 കിലോമീറ്റർ നീളമുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ ഇപ്പോൾ അപകടം നടന്ന സ്ഥലം ഉൾപ്പെടുന്ന 117 മീറ്റർ ഭാഗം റെയിൽവേയുടെ അധീനതയിലുള്ളതാണ്. ഈ ഭാഗത്ത് റെയിൽവേക്കല്ലാതെ മറ്റൊരു ഏജൻസിക്ക്, അത് കോർപ്പറേഷൻ ആകട്ടെ, ജലവിഭവ വകുപ്പാകട്ടെ, സർക്കാരാകട്ടെ, നാവികസേനയാകട്ടെ, അവർക്ക് കയറാനോ വൃത്തിയാക്കാനോ സാധിക്കില്ല. 2018 VK പ്രശാന്ത് മേയർ ആയിരുന്ന സമയത്ത് ഈ ഭാഗം വൃത്തിയാക്കാൻ മുൻകൈയെടുത്തപ്പോൾ അന്ന് കോർപ്പറേഷനെതിരെ കേസ് കൊടുത്തിരുന്നു റെയിൽവേ എന്നതാണ് നഗരസഭ ഇപ്പോൾ റെയിൽവേക്കെതിരെ ആയുധമാക്കുന്നത്. ഈ 117 മീറ്റർ വരുന്ന ഭാഗം റെയിൽവേ അവസാനം വൃത്തിയാക്കിയത് 2018-ലുമാണ്. അതായത് വർഷാവർഷം മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് മുഴുവൻ നടക്കുമ്പോഴും റെയിൽവേ അനങ്ങിയില്ല എന്നതാണ് വാസ്തവം. റെയിൽവേ ഭൂമിയിലേക്ക് കയറുന്ന ഭാഗത്ത് ചവറുകൾ അരിച്ചു മാറ്റാൻ കോർപ്പറേഷൻ അരിപ്പകൾ പിടിപ്പിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ റെയിൽവേ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്നുള്ള മാലിന്യ നിക്ഷേപം മാത്രമാണ് ഈ ഭാഗത്ത് അടിയുക. ഇത് നഗരസഭ വിശദീകരിക്കുന്നുമുണ്ട്. ഈ ഭാഗത്ത് മാലിന്യം കട്ട പിടിച്ച് കല്ല് പോലെ ആയിരിക്കുകയാണ്. ഇത് വൃത്തിയാക്കാൻ വേണ്ടി കോർപ്പറേഷൻ പലതവണ കത്ത് നൽകിയിട്ടും റെയിൽവേ അനങ്ങിയില്ല എന്നും നഗരസഭ വിശദീകരിക്കുന്നുമുണ്ട്. ഇപ്പോഴെടുത്ത നടപടിയിലും ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. റെയിൽവേയുടെ ഭൂമിയിൽ ഇപ്പോൾ അപകടം നടന്ന ഭാഗം വൃത്തിയാക്കാനുള്ള നടപടി നൽകിയത് ഒരു സ്വകാര്യ വ്യക്തിക്കാണ്. ഈ ടെൻഡർ പ്രകാരമാണ് 3 തൊഴിലാളികളെ ശുചീകരണ പ്രവർത്തനത്തിന് ഏൽപ്പിച്ചത്. 3 പേരാണ് ശുചീകരണത്തിന് ഇറങ്ങിയത്. ഇതിൽ ഒരാളാണ് ജോയ്. മാലിന്യ നീക്കത്തിനിടെയാണ് ജോയ് ഒഴുക്കിൽപ്പെട്ടതും അദ്ദേഹത്തെ കാണാതെയായതും. 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ജോയിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ഒന്നും തന്നെ ഇല്ലാതെയാണ് ജോയിയെ ശുചീകരണത്തിന് ഇറക്കിയത് എന്നതും ആക്ഷേപത്തിന് കാരണമാകുന്നുണ്ട്. ഇത്തരത്തിൽ മാലിന്യ നീക്കത്തിന് തൊഴിലാളികളെ ഉപയോഗിക്കാൻ പാടില്ല, റോബോട്ടുകളെ ഉപയോഗിക്കണമെന്ന സുപ്രീം കോടതി വിധി നിലനിൽക്കെയാണ് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായത് എന്നത് റെയിൽവേക്കെതിരെ ആക്ഷേപമായി ഉയരുന്നുണ്ട്. എന്തായാലും ഒരു ജീവനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരൊക്കെ കൈമലർത്തിയാലും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് റെയിൽവേക്ക് കൈയൊഴിയാൻ സാധിക്കില്ല.